The message goes like this. Sir, so-and-so student is from your school. I have his identity details. He is a thief and he stole my money online. I have complained about him to the nearest police station and also to the police station close to the school. പെട്ടെന്ന് തന്നെ സ്കൂളിൽ നിന്നും കൗൺസിലിങ്ങിന് വരണമെന്ന് അഭ്യർത്ഥിച്ചതനുസരിച്ച് പാരൻസും കുട്ടിയുമായി സംഭാഷണമുണ്ടായി. മാതാപിതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ പറഞ്ഞത്, ഫാദർ ലോസ്റ്റ് ഹിസ് ജോബ് ഡ്യൂ ടു കോവിഡ് സിറ്റുവേഷൻ. മദർ ഈസ് എ കിഡ്നി പേഷ്യന്റ് and both of them do not have any idea what the student is doing. ശേഷം കുട്ടിയുമായി സംസാരിച്ചപ്പോൾ, ഇതൊരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, ഇത് കഥയല്ല, ദിസ് ഇസ് ആൻ എക്സ്പീരിയൻസ്. 5ാം ക്ലാസ് മുതൽ തന്നെ ഇന്റർനെറ്റുമായിട്ടുള്ള പരിചയവും, അത് വീട്ടിൽ വെച്ച് തന്നെയല്ല, വീട്ടിൽ വെച്ചില്ല ആക്ച്വലി, it was through the friends. നമ്മുടെ യൂട്യൂബിൽ നോക്കിയാൽ ഇഷ്ടംപോലെ ട്യൂട്ടോറിയൽസ്, ഏത് തരത്തിലുള്ള കാര്യം പഠിക്കണമെങ്കിലും ഇനിഷ്യൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ യൂട്യൂബ് ട്യൂട്ടോറിയൽസിൽ നിന്നും ഇപ്പോൾ ലഭ്യമാണ്. അങ്ങനെയുള്ള യൂട്യൂബ് ട്യൂട്ടോറിയൽ വഴി ഈ കുട്ടി ഹാക്ക് ചെയ്യുന്നത് എങ്ങനെ, മറ്റുള്ളവരുടെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിച്ചു. അത് സ്വന്തം മൊബൈൽ ഫോണിൽ ഉപയോഗിച്ചു, കൂട്ടുകാരന്റെ മൊബൈൽ ഫോണിൽ ഉപയോഗിച്ചു. കൂടുതൽ സംസാരിച്ചപ്പോൾ മനസ്സിലായത്, ഹാക്കിംഗ് മാത്രമല്ല, അൺലോഫുള്ളി വളരെ അധികം കാര്യങ്ങൾ ഇന്റർനെറ്റ് വഴി ചെയ്യാമെന്ന് ഉള്ള അറിവ് ഈ കുട്ടിക്കുണ്ട്. 1 വർഷം മുമ്പ് വരെ husband and wife relationship problems, academic related issues, behavioral problems, career guidance sessions, stress and anxiety and other personal problems, ഇതൊക്കെയായിരുന്നു കൗൺസിലിങ്ങിന്റെ വിഷയങ്ങൾ. എന്നാൽ കഴിഞ്ഞ 2-3 മാസങ്ങളായി മാതാപിതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ നിന്നും എനിക്ക് മനസ്സിലായ ഗുരുതരമായ, നമുക്ക് ഊഹിക്കുവാൻ കഴിയുന്നതിനേക്കാൾ ആഴമായ ഒരു പ്രശ്നമാണ് ഇന്റർനെറ്റ് അഡിക്ഷൻ അല്ലെങ്കിൽ ഡിജിറ്റൽ അഡിക്ഷൻ. ഈ 2 പദങ്ങളും ഏകദേശം ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. I would like to turn to Bible before going ahead. 1 Corinthians chapter 6 verse 12. All things are lawful unto me, but all things are not expedient. All things are lawful for me, but I will not be brought under the power of any. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകില്ല. Such a strong verse it is from Bible, with very deep meaning into it. ഈ വാക്യം വിശദമായി പഠിക്കുകയും മനസ്സിലാക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യാൻ സാധിച്ചാൽ എല്ലാവിധ ആസക്തികളിൽ നിന്നും നമ്മളെ സൂക്ഷിക്കുവാൻ കഴിയും. ബാക്ക് ടു അവർ ടോപ്പിക്. അച്ഛൻ പറഞ്ഞതുപോലെ ഡ്രഗ് അഡിക്ഷൻ, ഡ്രിങ്കിങ് അഡിക്ഷൻ, സ്മോക്കിംഗ് അഡിക്ഷൻ, ഇതൊക്കെ നമുക്കറിയാം. ഒരു പ്രായത്തിന് ശേഷം പലരും ഇങ്ങനെയുള്ള ആസക്തികൾക്ക് അടിമകളാകുന്നു. എന്നാൽ ഡിജിറ്റൽ എക്സ്പോഷർ അല്ലെങ്കിൽ ഇന്റർനെറ്റ് എക്സ്പോഷർ വളരെ ചെറുപ്പം മുതൽ തന്നെ കുട്ടികൾക്ക് ലഭിക്കുന്നു. നമുക്കറിയാം, 2.5-3 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോൺ കാണാം. അവരുടെ കരച്ചിലടക്കാനും ഒരിടത്ത് അടക്കിയിരുത്താനും ഭക്ഷണം കഴിപ്പിക്കാനും ഒക്കെയായി TV,
ലാപ്ടോപ്പ്, ടാബ് ഇതൊക്കെയും അനുവദിച്ചു കൊടുക്കുന്നു. ചെറുപ്പകാലത്ത് നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നു, എന്നാൽ വളരുന്നതിനനുസരിച്ച് നമ്മുടെ അനുവാദം കൂടാതെ അവരത് ഉപയോഗിക്കുന്നു. കുട്ടികളാകട്ടെ വളരെ പെട്ടെന്ന് തന്നെ എന്തെല്ലാം സാധിക്കാം, എങ്ങനെ ചെയ്യാം അതെല്ലാം പഠിച്ച് മനസ്സിലാക്കുകയും ചെയ്യും. ബട്ട് as they grow big, as they grow old, their demand increases, their approach changes, their viewpoint differs, and parents will become unable to fulfill their demands. അന്നു മുതൽ conflict and blaming each other will become very common, and house will become an മാതാപിതാക്കൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ലൈക്ക് ഹൈ ബ്ലഡ് പ്രഷർ ആരംഭിക്കുന്നു. unimaginable huge problem it becomes, ഇന്റർനെറ്റ് യൂസേജ്. അതും പോരാത്തതിന് COVID-19 മൂലം ഈ വർഷം പഠനം ഓൺലൈൻ വഴി ആയപ്പോൾ കഥ കഴിഞ്ഞു എന്ന് പറയാം. സോ വാട്ട് ഈസ് ഇന്റർനെറ്റ്? Internet is an interconnected worldwide communications and entertainment network of computers. അതായത് ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളെ, അത് മൊബൈൽ ആയിക്കോട്ടെ, ടാബ് ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടറുകളെ ആശയവിനിമയത്തിനും വിനോദത്തിനുമായി യോജിപ്പിക്കുന്ന ഒരു ശൃംഖല, അതാണ് ഇന്റർനെറ്റ്. 10 ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ധാരാളം പേരുണ്ട്. അതുപോലെ തന്നെ അത്രയും മണിക്കൂറുകൾ പഠന ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന അധ്യാപകരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. ഇന്റർനെറ്റ് is a fantastic tool. It has got tremendous use in our everyday life. We are all in love with internet, and we cannot imagine to live without internet. I would like to share my screen at this point of time. Can you see the screen, Achan? Yes. Okay. 2010 ഇന്റർനെറ്റ് ഉപയോഗം പഠിക്കുവാനായിട്ട് നടത്തിയ ഒരു സർവേയിൽ സാധാരണമായ ഒരു അമേരിക്കൻ കുടുംബത്തെയാണ് ഈ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതേ രീതിയിലുള്ള കുടുംബങ്ങൾ നമ്മുടെ ഭാരതത്തിലും 2020-2021 ആയപ്പോഴേക്കും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. I have outlined today to talk about what is internet addiction, types of internet addiction, what makes internet addictive, signs and symptoms, consequence and breaking point. ആഹാരവും ഉറക്കവും ശുചിത്വവും പോലുമില്ലാതെ മണിക്കൂറുകളോളം ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരെയാണ് ഇന്റർനെറ്റ് അഡിക്ട്സ് എന്ന് നമ്മൾ പറയുന്നത്. There are so many types of internet addictions. I have listed only 7 of them. The first one is social media addiction. Social media എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇമെയിൽ, ഇത്രയും നമുക്ക് ഒരുമാതിരിയൊക്കെ പരിചയമുള്ള കാര്യമാണ്. എന്നാൽ today youngsters want to get even better updated. അവർ ഉപയോഗിക്കുന്ന മറ്റു ചില സോഷ്യൽ മീഡിയകളാണ് ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ലിങ്ക്ഡിൻ, പിൻട്രസ്റ്റ് തുടങ്ങിയവ.
ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിൽ സാധാരണയായി ഫോട്ടോസ് ആൻഡ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു. ട്വിറ്റർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തെ ആസ്പദമാക്കി, അത് പൊളിറ്റിക്കൽ ആകാം, റിലീജിയസ് ആകാം, ഏത് തരം വിഷയത്തെ പറ്റിയും നമുക്കുള്ള അഭിപ്രായം പബ്ലിക്കായി പറയുന്നതിനുള്ള ഒരു മീഡിയ ആണ് ട്വിറ്റർ. ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് ബിസിനസ് ആൻഡ് എംപ്ലോയ്മെന്റ് റിലേറ്റഡ് ഡീറ്റെയിൽസ് വിൽ ബി അപ്ലോഡഡ്. യൂട്യൂബ് നമുക്കറിയാം, വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നാൽ ആരയച്ചു, എന്തയച്ചു, എന്താണ് മറുപടി വന്നിരിക്കുന്നതെന്ന് അറിയാൻ നമുക്ക് തന്നെ വളരെ താല്പര്യമാണ്. 60 മിനിറ്റിൽ, അതായത് 1 മണിക്കൂറിൽ ഒരു 4 പ്രാവശ്യം നമ്മൾ വാട്സപ്പ് തുറക്കുന്നിരിക്കട്ടെ. തുറന്നു കഴിഞ്ഞാൽ എത്ര സമയം അതിൽ ചെലവഴിക്കുന്നു എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. 1 മണിക്കൂറിൽ ഒരു 4 പ്രാവശ്യം നമ്മൾ തുറന്നു നോക്കുകയാണെന്ന് കരുതുക. ഇപ്പോഴത്തെ കുട്ടികളെ നമുക്കറിയാം, 24 മണിക്കൂറും മൊബൈൽ ഫോൺ അവരുടെ പോക്കറ്റിൽ കാണും. ഉറങ്ങുന്നതിന് മുമ്പ് തലേണയുടെ തൊട്ടടുത്ത് വെച്ചിട്ടായിരിക്കും ഉറങ്ങാൻ പോകുന്നത്. ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് നോക്കും, ഇടയ്ക്ക് ഉണർന്നാൽ അന്നേരം നോക്കും, രാവിലെ ഉണർന്നാൽ ആദ്യം തന്നെ നോക്കും. 4 പ്രാവശ്യം വാട്സപ്പ് നമ്മൾ നോക്കുന്ന പറഞ്ഞ കണക്കനുസരിച്ച് ഫേസ്ബുക്ക്, Instagram, everyone, almost every youth will have an account at least in 5 of them. So, Facebook, Instagram, WhatsApp, Pinterest, Twitter, LinkedIn, YouTube, email. ഈ 5 എണ്ണത്തിൽ നമുക്ക് 5 എണ്ണം മാത്രം കണക്കാക്കിയാൽ മതി. 1 മണിക്കൂറിൽ 4 പ്രാവശ്യം. 24 മണിക്കൂർ വേണ്ട, നമ്മൾ 10 മണിക്കൂർ കണക്കാക്കിയാൽ മതി. 10 മണിക്കൂറിൽ 40 പ്രാവശ്യം, ഒരു അക്കൗണ്ട് മാത്രം. 40 × 5, 200 പ്രാവശ്യം അവർക്ക് ഇന്റർനെറ്റ് കണക്ഷൻ കൂടിയേ തീരും. വണ്ടി ഓടിക്കുന്ന വഴിയിൽ മൊബൈൽ ഫോൺ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ക്ലാസ് നടക്കുന്ന വഴിയിൽ അല്ലെങ്കിൽ മീറ്റിംഗ് നടക്കുന്ന വഴിയിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന മറ്റൊരു ചിത്രവും ഇവിടെ കാണിച്ചിരിക്കുന്നു. സെക്കൻഡ് വൺ, സൈബർ റിലേഷൻഷിപ്പ് അഡിക്ഷൻ. നമുക്കറിയാം, നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് തുറന്നു നോക്കിയാൽ കുറേ ഫ്രണ്ട്ഷിപ്പ് റിക്വസ്റ്റ് വരുന്നുണ്ട്. കുട്ടികളുടെ ധാരണ എന്തെന്ന് വെച്ചാൽ, എത്ര കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ടോ അത്രയും കഴിവും മിടുക്കും ഉണ്ടെന്നുള്ളതാണ്. വരുന്ന ഫ്രണ്ട്ഷിപ്പ് എല്ലാം അവർ അക്സെപ്റ്റ് ചെയ്യുന്നു. ഈ വരുന്ന ഫ്രണ്ട്ഷിപ്പിൽ സൈബർ ക്രൈം ചെയ്യുന്ന എത്ര പേരുണ്ടെന്ന് ആർക്കും ഒരു ഐഡിയയുമില്ല. നമുക്കൊരാൾ ഏത് തരത്തിലുള്ള ഒരു ഫ്രണ്ടാണ് എന്ന് നമുക്ക് അറിയുവാനുള്ള സാധ്യത പോലും വളരെ കുറവാണ്. പക്ഷേ ഫ്രണ്ട്ഷിപ്പ് കൂട്ടുന്നതിന് വേണ്ടി വരുന്ന ഫ്രണ്ട്ഷിപ്പ് എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന കുട്ടികൾ. ഞാൻ ആദ്യം പറഞ്ഞ ആ സംഭവത്തിൽ ആ കുട്ടി ഗെയിമിംഗ് സൈറ്റ് വഴിയാണ് മറ്റേ ആളുമായി സമ്പർക്കത്തിലായത്. അതുപോലെ പല സൈറ്റ് വഴിയും ഫ്രണ്ട്ഷിപ്പ് കൂട്ടുന്നു. നെക്സ്റ്റ് വൺ, സൈബർ സെക്ഷുവൽ അഡിക്ഷൻ. അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. നെറ്റ് കമ്പൽഷൻ, അതുപോലെ ഗാംബ്ലിംഗ് ആൻഡ് ഷോപ്പിംഗ്, അതിനുവേണ്ടി വളരെയധികം സമയം ചെലവഴിക്കുന്നു. കമ്പൽസീവ് ഇൻഫർമേഷൻ സീക്കിംഗ്, അതായത് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് വളരെ അധികം ഇൻഫർമേഷൻ നമുക്ക് തരുന്ന ഒരു മീഡിയമാണ്. അപ്പൊ പുതിയ പുതിയ അറിവുകൾ ലഭിക്കാനുള്ള ഒരു ത്രിൽ, ദാറ്റ് ഈസ് അനദർ ടൈപ്പ് ഓഫ് ഇന്റർനെറ്റ് അഡിക്ഷൻ. ഗെയിമിംഗ് അഡിക്ഷൻ, ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ചിത്രത്തിൽ പബ്ജി എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. നമ്മളിൽ പലരും കേട്ടിട്ടുള്ള ഒരു ഗെയിമാണ്. ഇപ്പോൾ അത് നമ്മുടെ ഇന്ത്യയിൽ ബാൻ ചെയ്തിരിക്കുന്നു. പബ്ജി എന്ന് പറയുന്ന ഒരു ഗെയിമിന്റെ ചിത്രമാണ് ഞാൻ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. പബ്ജി എന്ന് പറയുന്ന ഗെയിമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, there are different types of game that children play.
This type of game is called massive multiplayer online role playing games, MMORPG games. അതായത് നമുക്ക് ഓൺലൈനിൽ ഈ ഗെയിം കളിക്കാൻ സാധിക്കും. വളരെയധികം ആളുമായി, അത് നമുക്ക് അറിയണമെന്നില്ല, 50, 60, 70, 100 പേരുമായിട്ട് നമുക്ക് ഈ ഗെയിം കളിക്കാം. നിങ്ങൾ ചിലരെങ്കിലും കണ്ടിരിക്കും നമ്മുടെ വീടുകളിൽ കുട്ടികൾ ഫുട്ബോൾ ഗെയിം കളിക്കുന്നത്. അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, അതിൽ അവർക്കുള്ള താല്പര്യം എന്തെന്ന് വെച്ചാൽ, ഈ ഫേമസ് ഫുട്ബോൾ പ്ലെയേഴ്സ് ആയിട്ട് ഇവർക്ക് മാറാൻ സാധിക്കും. ഇപ്പോൾ എനിക്ക് ഫുട്ബോളിൽ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് മറഡോണയാകാം, അല്ലെങ്കിൽ ബെക്കാം ആകാം, ആര് വേണമെങ്കിലും എനിക്കായി ഫുട്ബോൾ കളിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എനിക്ക് പബ്ജി പോലുള്ള ഗെയിം നോക്കുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള ഹീറോ ആയിട്ട് ഞാൻ കളിക്കണം, അതിനുള്ള ഓപ്ഷൻ എനിക്ക് അവൈലബിൾ ആണ് ആ ഗെയിമിൽ. ഏത് തരത്തിലുള്ള ഡ്രസ്സ് ഞാൻ ധരിക്കണം, അതിനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ആലോചിക്കണം, കൊച്ചു കുട്ടികളാകുമ്പോൾ അവർക്കൊരു ഹീറോ ആകാനുള്ള താല്പര്യം വളരെ അധികമാണ്. കൂടുതലായി ആ രീതിയിലുള്ള ഗെയിം കളിക്കുവാനുള്ള താല്പര്യം വരുന്നു. മറ്റൊരു പ്രത്യേകത, there is no ending to such kind of game. അതായത് കളിച്ച് ഒരു 5 മിനിറ്റ് കളിച്ചു വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കണമെന്നില്ല ആ ഗെയിം തിരിഞ്ഞു മാറിപ്പോകുന്നത്. പക്ഷേ ഗെയിമിലായതുകൊണ്ട് അവർക്ക് തുടർന്ന് കളിച്ചേ മതിയാവും. ഇത് മണിക്കൂറുകളോളം നമുക്ക് വളരെ പരിചയമാണ്. 1 minute mummy, 5 minutes mummy, I will finish it in 10 minutes, I will come. This is the type of excuse that children give, and they continue on and on and on, and they are not able to come out of the game. Next one is cyber pornography. Sexual sites എന്ന് പറയുമ്പോൾ യൂട്യൂബ് തന്നെ എടുത്ത് നോക്കിയാൽ ഏത് തരത്തിലുള്ള സെക്ഷൽ ആക്ടിവിറ്റിക്കുള്ള ട്യൂട്ടോറിയൽ വരെ നമുക്ക് യൂട്യൂബിൽ നിന്ന് ലഭിക്കും. പ്രശ്നം എന്തെന്ന് വെച്ചാൽ, കുട്ടികൾ, അതായത് ഇത് കളിക്കുന്നത് വലിയ കുട്ടികളൊന്നുമല്ല, ഇത് കാണുന്നത് വലിയ കുട്ടികളൊന്നുമല്ല, 10, 12, 14 വയസ്സ് പ്രായമുള്ള കുട്ടികൾ മറ്റു വലിയ കുട്ടികളുമായി ചേർന്ന് ഇത് കാണുവാൻ ഇടയാകുന്നു. ഏറ്റവും വലിയ പ്രശ്നം, ഇങ്ങനത്തെ ആക്ടിവിറ്റികൾ ആ കുഞ്ഞു മനസ്സിൽ ഉൾക്കൊള്ളുവാൻ അവർക്ക് കഴിയുന്നില്ല. They get very depressed. അവർക്ക് വലിയവരുമായി ഇത് സംസാരിക്കുവാനും പറ്റുന്നില്ല. കാരണം അവർക്കറിയാം ഇത് പ്രശ്നമാണ്, ഇത് ചെയ്യുവാൻ പാടില്ലാത്ത കാര്യമാണ്, അതിൽ നിന്ന് അവർക്കൊന്നും അറിയാം. അതുകൊണ്ട് തന്നെ അവർക്ക് മാതാപിതാക്കളുമായി ഇത് സംസാരിക്കുവാനുള്ള അവസരവും ഉണ്ടാവുന്നില്ല. And it is not only for students or youngsters. I would like to share another incident, another experience that I had. There is a daughter of around 18-19 years. Very stable family. Access kept his mail open. He by email കാണാനായിട്ട് ഇടയാകുന്നു. വളരെ അധികം അശ്ലീലകരമായ മെയിൽ, അശ്ലീലകരമായ വീഡിയോസ് കാണുവാൻ ഇടയാകുന്നു. This was very shocking for the child, and the child tries to commit suicide. So it is not only about youngsters or students. Next one is cyber bullying. Cyber bullying എന്ന് പറഞ്ഞാൽ ഓൺലൈൻ വഴി, ഇന്റർനെറ്റ് വഴി, സെൽഫോൺ, കമ്പ്യൂട്ടർ വഴി മറ്റുള്ളവരെ മോശക്കാരായി പബ്ലിക്ലി മെസ്സേജ് അയക്കുക. ഈ പബ്ലിക് എന്ന് പറയുമ്പോൾ കുറെയൊക്കെ ഈ വിക്ടിമിന്റെ തന്നെ കൂട്ടുകാരായിരിക്കും. അവർ സംസാരിക്കുവാനിടയാകുന്നു, അവർ നിരന്തരം മെസ്സേജ് അയക്കുന്നു,
ഈ കുട്ടിക്ക് അത് താങ്ങാനാവുന്നില്ല. ആ രീതിയിൽ ഡിപ്രസ്ഡ് ആയി സൂയിസൈഡ് അറ്റംപ്റ്റ് ആയിട്ടുള്ള ഇഷ്ടം പോലെ കേസുകൾ. സൈബർ ബുള്ളിംഗ് അഗ്ലി ലാംഗ്വേജ്, ആംഗ്രി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരുടെ അതായത് നമുക്കറിയാം, ഇഷ്ടംപോലെ ന്യൂസ് നമ്മൾ കാണുന്നതാണ്. ഫ്രണ്ട്സായി കൂട്ടുകൂടി ഒരുമിച്ച് പാർട്ടിയിൽ പങ്കെടുക്കുന്നു, അവിടെ വെച്ച് ഫോട്ടോ എടുക്കുന്നു, ആ ഫോട്ടോ പിന്നീട് കാണിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു. ഇതെല്ലാം സൈബർ ബുള്ളിയിങ്ങിൽ പെടുന്നു. സൈബർ ക്രൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ അക്കൗണ്ടിൽ കയറി എൻ്റെ ഡീറ്റെയിൽസ് ദുരുപയോഗിക്കുക, അങ്ങനെയുള്ള പല രീതിയിലുള്ള സൈബർ ക്രൈം ഉണ്ട്. വൈറസ് ഡിസെമിനേഷൻ, ദാറ്റ് ഈസ് അനദർ ടൈപ്പ് ഓഫ് സൈബർ ക്രൈം. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, ഇന്ന നമ്പറിൽ നിന്ന് വരുന്ന കോൾ ആരും എടുക്കരുത്, അല്ലെങ്കിൽ ഇന്ന ലിങ്ക് ഉള്ള മെയിൽ നിങ്ങൾ ആരും തുറക്കരുത്. കാരണം എന്തെന്ന് വെച്ചാൽ, ഈ മെയിൽ ലിങ്ക് വരുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി എ വൈറസ്. വൈറസ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നു, ഞാൻ മലയാളത്തിൽ പറയുന്നു അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്നു, അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ കമ്പ്യൂട്ടറിന് അത് മനസ്സിലാകുന്നില്ല. കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന രീതിയിലുള്ള ഭാഷയിൽ സെന്റൻസസ് ഉണ്ടാക്കി, അത് ദാറ്റ് വിൽ ബി ഫ്യൂ ക്യാരക്ടേഴ്സ് ഒക്കെ ഉപയോഗിച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കി അതൊരു പ്രോഗ്രാം ആക്കി ലിങ്ക് അയക്കുമ്പോൾ, ആ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ വൈറസ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് കയറുന്നു, നമ്മുടെ ഡീറ്റെയിൽസ് അവരുടെ കയ്യിലാകുന്നു. അങ്ങനെ പിന്നീട് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, വളരെ നമുക്കൊന്നും തന്നെ ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ അവിടെ സംജാതമാകുന്നു. പിന്നീട് നമ്മൾ സെർച്ച് ചെയ്ത് ഇതാര് എന്ത് എങ്ങനെയെന്ന് മനസ്സിലാക്കി അവരെ കോണ്ടാക്ട് ചെയ്താൽ അവരുടെ കയ്യിൽ ഇതിനുള്ള മറുമരുന്നുമുണ്ട്. പക്ഷേ അത് തരണമെങ്കിൽ, ആ പ്രോഗ്രാം തരണമെങ്കിൽ നമ്മൾ അവർക്ക് കാശ് ചെയ്യും. ഇത് വളരെ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെയുള്ള മറ്റൊരു സൈബർ ക്രൈമാണ് ഫിഷിംഗ്. ഫിഷിംഗ് എന്ന് വെച്ചാൽ, നിലവിലില്ലാത്ത ഒരു കമ്പനി ഓൺലൈനായിട്ട് സ്ഥാപിക്കുന്നു, അതുപയോഗിച്ച് ബിസിനസ് നടത്തുന്നു, ട്രേഡിംഗ് നടത്തുന്നു. സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടി ആളുകൾ പൈസ ഓൺലൈനായി തന്നെ അടയ്ക്കുന്നു, എന്നാൽ ഡെലിവറി നടക്കുന്നില്ല. അന്വേഷിച്ച് ചെല്ലുമ്പോൾ അങ്ങനെയുള്ള ഒരു കമ്പനിയെ അവിടെ ഇല്ല എന്ന് മനസ്സിലാകുന്നു. ദാറ്റ് ടൈപ്പ് ഓഫ് ക്രൈം ഈസ് കോൾഡ് ഫിഷിംഗ്. Now, what makes internet addictive? Internet is very engaging. It is available 24/7. It is accessible 24/7. It is affordable. എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും നമുക്ക് ഒരു വൈഫൈ കണക്ഷൻ അല്ലെങ്കിൽ ഒരു ഡേറ്റ എടുത്താൽ മതി, എപ്പോൾ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. ഇറ്റ് ഈസ് അഫോർഡബിൾ. പ്രത്യേകിച്ച് ജിയോ നെറ്റ്വർക്ക് വന്നതോടെ ഡേറ്റ റേറ്റ്സ് ഹാസ് crashed down very much and everyone can afford an internet connection nowadays. Ability to adopt desired persona lifestyle. It feels secure and can be anonymous. There are no associated social stigmas. അതായത് ഞാൻ പറഞ്ഞതുപോലെ ഒരു അക്കൗണ്ട്, ആ അക്കൗണ്ട് തുറക്കുന്നതിന് വേണ്ടി എൻ്റെ തന്നെ ശരിയായ ഡീറ്റെയിൽസ് കൊടുത്തോണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുപോലെ എനിക്ക് തന്നെ പല അക്കൗണ്ടുകൾ ഉണ്ടാക്കുവാൻ സാധിക്കും. സപ്പോസ് ഈ 10 വയസ്സുള്ള ഒരു കുട്ടി ഒരു സെക്ഷൽ സൈറ്റ് കയറണമെങ്കിൽ 10 വയസ്സുള്ളവരെ അനുവദിക്കുന്നതല്ല. What they will do is that they will create another account in another name with the specified age. So it is possible for them. ആരും നമ്മുടെ മുഖം നേരിട്ട് ആരും കാണാത്തത് കൊണ്ട് ഇറ്റ് ഈസ് എൻ അനോണിമസ് ആക്ടിവിറ്റി. അതുകൊണ്ട് തന്നെ there are no stigmas. ആരാണ് ഏതാണ് എന്നറിയുവാനുള്ള സാധ്യതയും കുറയുന്നു. As I said, it is very easy to use.
It provides the illusion of connection. That is the most important. Because നമ്മൾ ഇങ്ങനെ മറ്റുള്ളവരുമായിട്ട് ചാറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയക്കുന്നു, ഇൻസ്റ്റാഗ്രാമിൽ കയറുന്നു. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എപ്പോഴും മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാകുന്നു. Now, warning signs of internet addiction. At any point of time, internet addiction cannot be defined. There is only one reason എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. Preoccupation. You think constantly about previous online activity or keep looking forward to the next online. അതായത് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ ഇപ്പോൾ. കുട്ടികൾ ഓൺലൈനിൽ ഇരിക്കുമ്പോൾ തന്നെ അവർ രണ്ടാമതൊരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ക്ലാസ്സിൽ പ്രസന്റ് ആണോ എന്ന് ചോദിച്ചാൽ പ്രസന്റ് ആയിട്ട് കാണിക്കുന്നു, എന്നാൽ അവർ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ല, അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അവർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇൻക്രീസ് ഓർ കമ്പൽസീവ് യൂസ്. യു സ്പെൻഡ് ഇൻക്രീസിംഗ് അമൗണ്ട്സ് ഓഫ് ടൈം online to achieve satisfaction. Inability to stop. The very reason the game is so interesting that you do not feel like stopping it. Lying or hiding. മാതാപിതാക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഇല്ല മമ്മി, ഞാൻ ടീച്ചർ പ്രോജക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഉപയോഗിച്ചേ തീരും. ഈ രീതിയിൽ കള്ളം പറഞ്ഞുകൊണ്ട് തന്നെ കുട്ടികൾ ഓൺലൈൻ ഗെയിം കളിക്കുന്നതിനുള്ള സമയം കണ്ടെത്തുന്നു. വാർണിംഗ് സൈൻസ്. ലോസ്റ്റ് സെൻസ് ഓഫ് ടൈം. ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് നമ്മൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത് വഴി സമയം പോകുന്നതേ അറിയുന്നില്ല. വിത്ഡ്രോയൽ സിംറ്റംസ്. മാതാപിതാക്കൾ ഇത് കൊടുക്കുന്നില്ല എന്ന് വെച്ചു വളരെ മോശമായുള്ള രീതിയിൽ കുഞ്ഞുങ്ങൾ ബിഹേവ് ചെയ്യാൻ തുടങ്ങി. വളരെ അധികം അശ്ലീലമായ ഭാഷ ഉപയോഗിക്കുവാൻ തുടങ്ങി. Their behavior will become so unmanageable. ജോലി ചെയ്യുന്നവർ ഇത് ചെയ്യുകയാണെങ്കിൽ ജോലി തുടരുവാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. എസ്കേപ്പ് ടു ദ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു സന്തോഷമുള്ള സമയം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. The dopamine factor. This is one point which I would like to mention along with this program. ഏതൊരു ആസക്തിയും, ഈ ആസക്തി എന്ന് നമ്മുടെ ഇമോഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്കത് കാണാൻ പറ്റുമോ? ഇമോഷൻ എന്ന് പറയുന്നത് it is because of a hormone that is produced in our brain. പ്രത്യേകിച്ച് നമുക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിലാണ് നമുക്ക് സന്തോഷമെങ്കിൽ നമ്മൾ ആ ഭക്ഷണം കഴിക്കുമ്പോൾ സന്തോഷമുണ്ടാകുന്നു. ആ സമയത്ത് ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതുപോലെ തന്നെ സിനിമ കാണുമ്പോൾ, ഗെയിം കളിക്കുമ്പോൾ, നമുക്ക് താല്പര്യമുള്ള സന്തോഷം തരുന്ന ഏത് കാര്യം ചെയ്യുമ്പോഴും ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ ഹോർമോണിന്റെ പ്രസൻസ് കാരണമാണ് നമുക്ക് ഈ സന്തോഷം എന്നുള്ള ഇമോഷൻ ഉണ്ടാകുന്നത്. സോ കൂടുതലായി ഗെയിം കളിക്കുമ്പോൾ കൂടുതലായി ഈ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. വീണ്ടും വീണ്ടും കളിക്കുന്നതിനനുസരിച്ച് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. പിന്നീട് ആ ഹോർമോൺ ഇല്ലാതെ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു ചേരുന്നു. അതുകൊണ്ട് what are the consequences? More time is spent researching than actually. അതായത് കുട്ടികൾ ഇന്റർനെറ്റ് റിസർച്ച് ചെയ്യണം, പ്രോജക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് കയറുന്നെങ്കിലും റിസർച്ച് നടക്കുന്നില്ല, മറ്റു പല കാര്യങ്ങളിലേക്കും സമയം ചെലവാക്കുന്നു. Because of that reason, incomplete or missed assignments and homework, inability to concentrate on real life instruction, grades and marks begin to decline. Skipping classes to stay in chat rooms or web, and absenteeism. You will not believe, ഇപ്പോഴത്തെ ഈ ഓൺലൈൻ ക്ലാസ്സുകളിൽ അധ്യാപകർ
വളരെ ശ്രമകരപ്പെട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. അതുപോലെ അവർക്ക് അറിവ് കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് ചെറിയ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, അതായത് അവർക്ക് എഴുതുകയോ ഒന്നും വേണ്ട, വെറുതെ ടിക്ക് ചെയ്ത് പോയാൽ മതി, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരു 10-20 ക്വസ്റ്റ്യൻസ് കൊടുത്താണ് കുഞ്ഞുങ്ങളുടെ അറിവ് ഇപ്പോൾ എന്തുമാത്രം ഉണ്ട്, പഠനം എങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള MCQ ക്വസ്റ്റ്യൻസ് പോലും ചെയ്യുവാൻ സാധിക്കാതെ 0, 1, 2 മാർക്കുകളാണ് 80% കുട്ടികൾക്കും ലഭിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കുട്ടികൾ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ല, അവരുടെ ശ്രദ്ധ മുഴുവനും ഓൺലൈൻ മറ്റ് ആക്ടിവിറ്റികളിലായിരിക്കുന്നു എന്ന്. അതിനെ തുടർന്ന് ഡിപ്രഷൻ, ആൻസൈറ്റി, പാനിക് അറ്റാക്ക് ആൻഡ് സിമിലർ. How to identify internet addiction? Mainly, how we need to know is every day is a new day. So instead എൻ്റെ മോൾ അങ്ങനെ ഒന്നും ചെയ്യുകയില്ല, അവൾ ഫുൾ ടൈം പഠിക്കുകയായിരിക്കും, ഇങ്ങനെയാണ് മാതാപിതാക്കളുടെ റെസ്പോൺസ്. അവര് തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കുവാൻ ശ്രമിക്കണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഏത് രീതിയിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നു, അത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ അല്ല എന്നുണ്ടെങ്കിൽ ശിക്ഷിക്കേണ്ടിയിരിക്കുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇവരുടെ ബിഹേവിയർ മാറുന്നതിനനുസരിച്ച് ആദ്യം ഉണ്ടാകുന്നു മാതാപിതാക്കൾക്ക്. ബട്ട് ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ നോട്ട് ടു ഗെറ്റ് പാനിക്. ആൻഡ് അനദർ വേ വാട്ട് പാരൻസ് ഡു, ഇപ്പോൾ അവരുടെ പ്രായമല്ലേ, അങ്ങനെയൊക്കെ ആയിരിക്കും, ഇതങ്ങ് കഴിഞ്ഞു പൊക്കോളും എന്നുള്ള ചിന്താഗതിയും അവരെ വളരെ നാശത്തിലേക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. Getting out of internet addiction. Actually speaking, there are no medication available to get out of internet addiction. So we have to focus on the behavior of the students. Rational emotive behavior therapy അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, ഈ 2 തെറാപ്പികൾ മുഖേനയാണ് കൗൺസിലിംഗ് വഴി ഇന്റർനെറ്റ് അഡിക്ഷനിൽ നിന്നും മോചിതരാകുവാനായിട്ട് കുട്ടികളെ സഹായിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സംശയം ഉണ്ട് എങ്കിൽ അത് ഇല്ല എന്ന് സ്ഥാപിക്കാതെ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുവാനും കുഞ്ഞുങ്ങളെ അതിൽ നിന്നും രക്ഷിക്കുവാനും തീർച്ചയായിട്ടും മാതാപിതാക്കൾ ശ്രമിക്കേണ്ടതുണ്ട്. ഏത് രീതിയിലുള്ള വിഷമങ്ങളാണെങ്കിൽ പോലും അത് മറ്റുള്ള എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുന്നതിന് പകരം ആരുടെ അടുക്കൽ പോയാൽ ഇതിനൊരു സൊല്യൂഷൻ കിട്ടും എന്ന് മനസ്സിലാക്കുന്നതിന് ശ്രമിക്കുക. As I read before, all things are lawful to me, but all things are not expedient. All things are lawful for me, but എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ്. അത് പ്രായമുള്ളവരായിക്കോട്ടെ, വിദ്യാഭ്യാസം ഇല്ലാത്തവരായിക്കോട്ടെ, ഇപ്പോഴത്തെ കാലത്ത് I would like to conclude today's discussion, today's session. If there is any doubts, if any of you would like to come up with related to what we discussed. ഞാൻ ടെക്നിക്കൽ ഡീറ്റെയിൽസ് അല്ല അധികവും പറഞ്ഞത്, കൗൺസിലിംഗ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത്. അതിനെ പറ്റി എന്തെങ്കിലും ചോദിക്കുവാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക്
തുടർന്ന് ഡിസ്കഷനുള്ള സമയമാണ്. നിങ്ങൾ ആർക്കെങ്കിലും ഈ വിഷയത്തെ ആസ്പദമാക്കി എന്തെങ്കിലും ന്യായമായ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുന്നതിനുള്ള അവസരമാണ്. ദയവായിട്ട് നിങ്ങൾ കൈ ഉയർത്തുകയോ അല്ലെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്തോ സംസാരിക്കുകയും ചെയ്യാം. ആരാ ചോദ്യം ചോദിക്കുന്ന ആദ്യം? Okay, in case if no one is able to, one more point which I feel is very ആരെങ്കിലും ചോദിക്കും എന്ന് കരുതി ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കുട്ടികൾ എല്ലാ പരിചയവും ലഭിച്ച് വളർന്ന് വലുതായതിനു ശേഷം ഇതിൻ്റെ വഴി എന്താണ് ആലോചിക്കുന്നത് എന്നതിന് പകരം it is a very good decision from the very childhood how we have to help children. നമ്മുടെ സൺഡേ സ്കൂൾ ഈസ് എ വെരി ഗുഡ് മീഡിയം. അതായത് ഇപ്പോൾ നമുക്കറിയാം, പഠനം പോലും സൺഡേ സ്കൂൾ പോലും മാറ്റിവെച്ച് പഠന ആവശ്യങ്ങൾക്കായി വളരെയധികം കുട്ടികൾ സമയം ചെലവഴിക്കുന്നുണ്ട്. എന്നാൽ ഈ സൺഡേ സ്കൂൾ മൂലം ലഭിക്കുന്ന കണക്ഷൻ വിത്ത് ഗോഡ്, that is very essential. അത് നമ്മൾ കുട്ടികൾക്ക് കൊടുത്തേ മതിയാകും. ഏത് രീതിയിൽ എങ്ങനെ ദൈവം നമ്മളെ സഹായിക്കുവാൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് വീണ്ടും 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 കുട്ടികളെ പരിചയപ്പെടുത്തുക. അതുപോലെ തന്നെ വളരെയധികം മാതാപിതാക്കളുണ്ട്. ഇതൊന്നും അത്ര വലിയ പ്രധാനമുള്ള കാര്യമല്ല, ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമാണ്. ആ രീതിയിൽ ചിന്തിക്കുന്ന വളരെയധികം, പ്രത്യേകിച്ച് 8ഉം 9ഉം 10ഉം ക്ലാസ്സുകളിലേക്കൊക്കെ ആകുമ്പോഴത്തേക്കും അവരുടെ ഔട്ട്ലുക്ക് തന്നെ മാറുന്നു. കുട്ടികളുടെ തന്നെയല്ല, മാതാപിതാക്കളുടെ തന്നെ ഔട്ട്ലുക്ക് മാറുന്നു. എന്നാൽ ഈ രീതിയിലുള്ള ഇൻവോൾവ്മെന്റ് ഇല്ലാത്തത് കൊണ്ട്, അതായത് റിലീജിയസ് ഇൻവോൾവ്മെന്റ് ഇല്ലാതെ വരുമ്പോഴാണ് കുട്ടികൾ മറ്റു കാര്യങ്ങൾക്ക് താല്പര്യം കാണിക്കുവാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് തീർച്ചയായും റിലീജിയസ് ആക്ടിവിറ്റി, ഫാമിലി ആക്ടിവിറ്റി, ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഓൾഡ് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ഈസ് മിസ്സിംഗ് nowadays. But our children, this generation children are missing quite a lot of this relationship. The extended family relationship is zero nowadays. ചെറിയ ഒരു സംസാരം പോലും ഇല്ല എന്നുള്ള രീതിയിലേക്ക് വന്നിരിക്കുന്നു. So important, parents and grandparents should take an effort to have religious interaction, social interaction and extended family interaction. അതൊന്നും ഒരു താല്പര്യമില്ലാത്ത അവസ്ഥയിലേക്ക് അവരെ എന്തുകൊണ്ട് നമ്മൾ കൊണ്ടുവരുന്നു? പണ്ടും നമ്മൾ ചെറുപ്പത്തിലായിരുന്നപ്പോൾ പോലും പലയധികം കൂട്ടുകെട്ടുകളൊക്കെ അന്നും ഉണ്ടായിരുന്നു. ഇന്റർനെറ്റ് ഇല്ലാതെ ഇരുന്നു എങ്കിൽ തന്നെയും പലതരത്തിലുള്ള കൂട്ടുകെട്ടുകൾ അന്നും ഉണ്ടായിരുന്നു. എന്നാൽ നമ്മളൊക്കെ ആലോചിച്ചാൽ the kind of relationship that we all built, അത് നമ്മുടെ മാതാപിതാക്കളായിട്ട് അതിന് എഫേർട്ട് എടുത്ത് ചെയ്ത കാര്യങ്ങളാണ്. ഇപ്പോഴുള്ള മാതാപിതാക്കൾ അതിനുള്ള സമയം കണ്ടെത്തുവാൻ താല്പര്യപ്പെടുന്നതേയില്ല. So it is very essential to rethink, to reprioritize what is more important, to lead a life, to take them to grow, to help children to grow to a meaningful life. It is very important. വിശദമായ പഠനം ആവശ്യമുള്ളൊരു വിഷയമാണിത്. ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയം. വളരെ ചുരുക്കമായി നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇത് ശ്രീമതി എബി ജോർജ് അവതരിപ്പിച്ചു. നമുക്കുള്ള ന്യായമായ സംശയങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നുള്ള അവസരമാണ്.
ആദ്യ ചോദ്യം ആരാ? ബീനയാണോ ചോദിക്കുന്നത്? ഓക്കെ, ചോദിക്കാം. വളരെ നല്ല ഒരു സെഷൻ ആയിരുന്നു. സമയപരിമിതി മൂലം വളരെ ചുരുക്കമായിട്ട് ഇത് കേൾക്കാൻ സാധിച്ചുള്ളൂ എന്നറിയാം അച്ഛൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു നമ്മൾ കുട്ടികളെ കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. ഇത് പേരൻസിനും ഒരു വളരെയേറെ ശതമാനം ആൾക്കാർ ഇന്ന് പേരൻസ് പോലും ഇന്ന് ഇതിന് അഡിക്റ്റ് അല്ലേ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ കുട്ടികളുമായിട്ട് സംസാരിക്കുവാൻ പോലും നമുക്കിന്ന് സമയമില്ലാത്ത വിധം പേരൻസും ഇന്ന് ഇതിന് അഡിക്റ്റ് ആണ്. കുട്ടികൾ മാത്രമല്ല, കുട്ടികൾ ഒരു വിഭാഗം അതിന് അഡിക്റ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാൻ, അവരുടെ കൂടെ സമയം ചെലവഴിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിനെപ്പറ്റി എന്താണ് പറയുന്നത്? അതിനൊരു ടൈം ലിമിറ്റ് നമ്മൾ വെക്കേണ്ടതല്ലേ അല്ലേ? തീർച്ചയായിട്ടും ബീന ചോദിച്ചത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. വാട്ട് വി കൻ ഡു ഇസ് ദാറ്റ് ഈ 24 മണിക്കൂറും, അത് പാരൻസ് ആയിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ, അത് നമ്മൾ ആ രീതിയിൽ അവരെ വളർത്തിക്കൊണ്ട് വന്നാലേ സാധിക്കുകയുള്ളൂ. ആദ്യമേ എല്ലാ അനുവാദവും കൊടുത്ത പിന്നീട് റെസ്ട്രിക്റ്റ് ചെയ്യുവാൻ സാധിക്കുന്നതല്ല. ഒരു ലിമിറ്റഡ് പീരിയഡ്, ഇപ്പൊ രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, ഇങ്ങനെ 3 സമയം ചെയ്തു, ഇന്റർനെറ്റ് നോക്കി അല്ലെങ്കിൽ മെസ്സേജ് നോക്കി, അങ്ങനെ digital dieting, it is very important. There should be restricted time. നമുക്ക് നമ്മുടെ മെസ്സേജുകൾ എങ്ങും പോകുന്നില്ല, അത് അവിടെ തന്നെ കാണും. അത് എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിന് പകരം അതിനൊരു ലിമിറ്റഡ് ടൈം കൊടുത്ത്, അതെല്ലാവരും, കുട്ടികളോട് മാത്രം പറഞ്ഞത് കൊണ്ട് കാര്യമില്ല, വീട്ടിലുള്ള എല്ലാവരും ഇത് ശ്രദ്ധിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. താങ്ക് യു. ആർക്കെങ്കിലും ചോദ്യം? കേട്ട നല്ലൊരു പദമാണ് ഡിജിറ്റൽ ഡയറ്റിംഗ്. നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മള് അതിൻ്റെ ഒരു ആസക്തിയിൽ നിന്നും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഡയറ്റിംഗ് ആവശ്യമുള്ളതുപോലെ ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഈ കാലഘട്ടത്തിൽ ഡയറ്റിംഗ്, ഡിജിറ്റൽ ഡയറ്റിംഗ്, അത് നമ്മൾ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റാർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഇത് കേൾക്കുന്ന പുരുഷന്മാർക്കും ചോദിക്കാം, സ്ത്രീകൾക്ക് മാത്രമല്ല. ഒരു കാര്യം കൂടെ എനിക്ക് ഇവിടെ ഒരാൾ ചോദ്യം ചോദിക്കാൻ തുടങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആരാ ചോദിക്കുന്നേ? വത്സാൻഡി ആണെന്ന് തോന്നുന്നു. വത്സാൻഡി ചോദിക്കാം. എനിക്കൊരു സംശയം, കുഞ്ഞുങ്ങൾ ഇതിലോട്ട് വളരെ ഇൻട്രസ്റ്റഡ് ആവുന്നെന്ന് കണ്ടാല് നമുക്ക് അവരെ ഓൺലി ത്രൂ സം തെറാപ്പി. അത് അഡിക്ഷൻ വരെ ആയി കഴിയുമ്പോൾ ആക്ച്വലി ഇത് കുട്ടികൾക്ക് മാത്രം പോരാ തെറാപ്പി. അതൊരു പാരൻസും കുട്ടികളും ചേർന്ന് എടുക്കേണ്ട ചില തീരുമാനങ്ങളുണ്ട്. കുട്ടികളെ മാത്രം തെറാപ്പി കൊടുത്ത് അവരെ ശരിയാക്കി നമ്മൾ വിചാരിക്കുവാൻ സാധിക്കില്ല. ഇതൊരു ഫാമിലി സെറ്റപ്പ് ആയതുകൊണ്ട് ഫാമിലി അറ്റ്ലീസ്റ്റ് പാരൻസും കൂടെ ഇൻവോൾവ് ആയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോ നെറ്റ് ഓൺലൈൻ ക്ലാസ് നടക്കുന്ന സമയത്ത് ഈ സെൽഫോൺ അല്ലെങ്കിൽ ടാബ് കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുത്തേച്ചങ്ങ് മാതാപിതാക്കൾ പോകരുത്. അത് അവരുടെ കയ്യിൽ അവർക്ക് കാണുന്നതിന് വേണ്ടി മാത്രമുള്ള രീതിയിൽ പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്. അത് ആരൊക്കെ അതുവഴി പാസ് ചെയ്താലും ഒന്ന് കാണാൻ പാകത്തിന്, എല്ലാവരും കാണാൻ പാകത്തിന് ആക്ച്വലി ഈ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ടാബ്ലറ്റ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിക്കുവാനുള്ള ഒരു സംവിധാനം കൊടുത്താൽ കുറച്ചെങ്കിലും ഒരു ഭയം കുട്ടികളുടെ മനസ്സിൽ കാണും. ഓക്കെ, കാണുന്നുണ്ട്, അപ്പൊ ഞാൻ ഇതിനിടയ്ക്ക് ഇട്ടേച്ച് പോകാൻ പാടില്ല എന്നുള്ള ഒരു തോന്നൽ ഒരു റെസ്ട്രിക്ഷൻ ആയിട്ട് ബിഹേവ് ചെയ്യും. ഓക്കെ, ഇനി അടുത്താരാണ് ചോദിക്കുന്നത്?
ബീന ടീച്ചർ ഒരു 2 വയസ്സുള്ള കുട്ടി അല്ലെ അതിൽ ചെറിയൊരു കുട്ടിയുടെ പോലും ഒരു മൊബൈൽ കൊടുത്താല് അവര് പെട്ടെന്ന് അത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാനും ഒക്കെ ഇപ്പൊ ജനിച്ച കുട്ടി പോലും അങ്ങനെ കാണിക്കുന്ന ഒരു എന്താ കഴിവ് കുഞ്ഞുങ്ങളെ കാണുന്നു. അതിനകത്ത് എന്തെങ്കിലും ഗുട്ടൻസ് ഉണ്ടോ? നമുക്ക് പ്രായമായവർക്ക് അത് നമ്മുടെ കൈ കിട്ടുന്ന മൊബൈലിനകത്ത് എന്തെല്ലാം ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതൊന്നും ഉപയോഗിക്കാൻ അറിയത്തില്ല നമുക്ക്. പക്ഷേ ഈ പുതിയതായിട്ട് ഉണ്ടായി വരുന്ന കുഞ്ഞു പോലും എത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഇത് പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവ് അതെങ്ങനെ അവർക്ക് കിട്ടുന്നത്? ഓക്കെ, ഞാൻ ഇത് പറയുന്നതിന് ഞാൻ നല്ല ഒരു എക്സാമ്പിൾ ഇപ്പൊ പറയാം. ഇവിടെ സേറ ബേബി വന്നപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. സേറ ബേബിക്ക് പാട്ട് കേൾക്കാൻ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ താല്പര്യമുള്ള പഠിക്കുന്നത് നല്ലതെന്ന് തോന്നിയ പാട്ട് ഞങ്ങൾ യൂട്യൂബിൽ ഇട്ട് കൊടുക്കുമായിരുന്നു. അപ്പോ ഇങ്ങനെ വന്നപ്പോ എന്താ, കുഞ്ഞത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ യൂട്യൂബ് സെലക്ട് ചെയ്യുന്നു, യൂട്യൂബ് കുഞ്ഞിനെ ഇട്ട് കൊടുക്കുന്നതായിട്ട് അത് കാണുന്നു. എന്നിട്ട് കുഞ്ഞ് യൂട്യൂബ് കാണുന്നു. എന്നാൽ 1-2 പ്രാവശ്യം ഡെസ്ക്ടോപ്പിൽ ഇരിക്കാനുള്ള അവസരം കിട്ടി. അവസരം കിട്ടിയപ്പോ യു വിൽ നോട്ട് ബിലീവ്, ഞങ്ങൾക്ക് പോലും അറിയാതെ, അതായത് നമ്മള് ഗൂഗിൾ അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് വെച്ചാല് അവിടെ ഒരു 9 ഡോട്ട്സ്, ആ സ്ക്രീനെ 9 ഡോട്ട്സ്, അതായത് പല പെട്ടെന്ന് ആക്സസ് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ്, ഒരു ടെക്നോളജിയാണത്. അത് ക്ലിക്ക് ചെയ്താൽ, ഇത് ഞങ്ങൾ ആരും ഉപയോഗിക്കാത്ത ഒരു കാര്യമാണ്, അത് ക്ലിക്ക് ചെയ്താൽ അതിനകത്ത് യൂട്യൂബ്, മെയില്, അങ്ങനെ എല്ലാ ആപ്ലിക്കേഷൻസും തുറന്നു വരും. ഞങ്ങൾ നോക്കിയപ്പോ സെക്കൻഡ് ഡേ, അതായത് 2ാമത്തെ ദിവസം ആ 9 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് അതിനകത്ത് യൂട്യൂബ് കണ്ട് ആ യൂട്യൂബിലെ ലോഗോ ക്ലിക്ക് ചെയ്ത് പാട്ടിലേക്ക് പോയിരിക്കും. ഈ കുഞ്ഞുങ്ങൾ ബൈ ട്രയൽ ആൻഡ് എറർ ദേ ലേൺ. നമ്മൾ ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. ആൻഡ് അറ്റ് ദ സെയിം ടൈം their observation capacity is too huge. During this period of time, the brain capacity increases very fast. So we should know, അവർ കുഞ്ഞല്ലേ, കൊച്ചു പിള്ളേരല്ലേ, ഓ സാരമില്ല, അങ്ങനെ വിചാരിക്കുന്നതാണ് തെറ്റ്. അത് നമുക്കുള്ള കഴിവാ, നമ്മളെ ചെറുപ്പത്തിലെ നഷ്ടപ്പെടുത്തി കളഞ്ഞതാ അല്ലേ? കഴിവുകൾ തന്നെ. അതായത് ഇതെല്ലാം ഈ ഇറ്റ് ഈസ് ത്രൂ ദ ന്യൂറോൺസ് ഇൻ ദ ബ്രെയിൻ. നമ്മൾ എത്രയധികം ന്യൂറോൺസ് നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട്, കണക്ഷൻ ഡെവലപ്പ് ഉപയോഗിക്കുന്നു, അത്രയും കഴിവുകൾ നമുക്ക് വർദ്ധിക്കും. പിന്നെ ഇങ്ങനെ എല്ലാരും പറയുന്നു, അവരിപ്പം ടെക് സാവി ആയിട്ടുള്ള ഒരു ഇറായിലാണ് അവര് ജനിച്ചത്. അവര് കുറച്ചുകൂടി ടെക് സാവിയാന്ന് നമ്മൾ വിചാരിക്കുന്നു. ഞങ്ങളൊക്കെ ഉള്ള സമയത്ത് റേഡിയോ ഒക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളു, ചെറുതായിരുന്നപ്പം. ഇപ്പോഴത്തെ പിള്ളേരെ എല്ലാം മൊബൈൽ വെച്ച് കളിക്കുമ്പോൾ, സ്പെഷ്യലി അവരെന്തെങ്കിലും ചെയ്യുമ്പം പേരൻസ് എൻകറേജ് ചെയ്യുന്നുണ്ട്. അവരെ ഗ്രേറ്റ് തിങ് ചെയ്തതെന്നും പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് പറയും. സോ ചിൽഡ്രൻ ഗെറ്റ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ ടു ദാറ്റ്. ആന്റി പറഞ്ഞത് വളരെ ശരിയാണ്. ആക്ച്വലി കൊച്ചു കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കൾ പറയുന്നത്, ഓ എന്റെ മോള് നല്ല മിടിക്കുക, അവർക്ക് എല്ലാം ചെയ്യാൻ അറിയാം. ഇങ്ങനെ പറയുന്നത് തന്നെ ഈസ് എ മോട്ടിവേഷൻ ഫോർ ദം. സോ ഇറ്റ് ഈസ് വാട്ട് ഈസ് ദ നീഡ് ഓഫ് ഒരു 2.5-3 വയസ്സുള്ള കുഞ്ഞ് മൊബൈൽ ഫോൺ എടുത്ത് എന്തെല്ലാം ചെയ്യാൻ അനുവദിക്കണം എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. Mama, 1 minute, can I talk? Bobichan ചോദിക്കാം. It just continues to Valsama's talk now. So we said that we actually promote our children or encourage them knowingly, unknowingly, and tell them, oh, so great, so good, so good, so good. But is that a right attitude for a parent or a grandparent or an elder in the family? Or you should just stuff them down and say that don't ignore their this talent? What is your suggestion on that? Should I stuff that child down, or should I encourage that child, or should I say, oh, well done, my baby? Okay, actually it's capability. നമ്മുടെ കഴിവനുസരിച്ചാണ് നമ്മൾ ആ കുട്ടിയെ എങ്ങനെ അതിൽ നിന്ന് മാറ്റാം എന്ന് ശ്രദ്ധിക്കേണ്ടത്.
കുട്ടിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചെറിയ ആക്ടിവിറ്റി എല്ലാവരും കൂടെ ഉടനെ ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ. ഇതെല്ലാം കുഞ്ഞുങ്ങൾ മാറ്റിവെക്കും. ഈ നമ്മൾ കാണിക്കുന്ന ഈ യൂട്യൂബോ അല്ലെങ്കിൽ അതിൽ കാണുന്ന കോമിക് ഓർ കാർട്ടൂൺ ഇതെല്ലാം മാറ്റിവെച്ച് അറ്റ്ലീസ്റ്റ് ഒരു പാരന്റ് വാ നമുക്കിപ്പോ റിംഗ റിംഗ റോസസ് കളിക്കാം, നമുക്ക് രണ്ടുപേർക്കും കൂടെ കളിക്കാം എന്നൊന്ന് പറഞ്ഞു നോക്കൂ. അവർക്ക് ഇന്റർനെറ്റ് വേണ്ടേ വേണ്ട. When that is missing, when children don't have anyone to play, to interact, what will they do? Mummy, so it is our job. Definitely, it is our duty. It is very true that we do not have the time. But once it is addicted, the horrific feeling of that point of time, we will do everything possible to bring them back. But in the young age, if you can spend at least 30 minutes, that stage will not arise. But you know what I feel now, the paradigm, see, we are all old school today. Old school thinking, old school day. Because I did not get this, I did not know how to handle, in my case, I still don't know how to handle all this. But when I have my niece at home or somebody at home, I think, oh, they are a step more than what I know today. So what we as parents or as grandparents do is, oh, it's a good thing. At least they are doing what I do not know, or what I have not learned, or what I have been deprived of. That is the tendency for most of these old school people thinking. That, you know, oh, then I promote them. Because today I want to promote my child on YouTube. I want to promote my child everywhere. Because we thought we did not have that. So let them enjoy this. Or let them be exposed. Or let them get an exposure that way. Isn't that the trend now? Exactly. ഇഷ്ടം പോലെ മാതാപിതാക്കൾ വന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ പഠിച്ചപ്പോൾ ഞങ്ങളെ വളരെ താഴ്ന്ന രീതിയിൽ, വീട്ടിൽ അത്ര സൗകര്യമൊന്നും ഇല്ലായിരുന്നു, ഞങ്ങൾ അങ്ങനെയാണ് വളർന്നത്. എന്നാൽ ഇപ്പൊ എനിക്ക് അതിന് കഴിവുണ്ട്, എന്റെ കുഞ്ഞ് ചോദിക്കുന്നതിന് മുമ്പേ എനിക്ക് അത് കൊടുക്കുവാൻ കഴിയും. ഇങ്ങനെയാണ് മാതാപിതാക്കൾ പറയുന്നത്. ബട്ട് നമ്മൾക്ക് ആയിട്ടുള്ളവർ ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഇപ്പോൾ next 5 years, if the child continues doing like this, where will that child be? That should be the motivating factor for the parents to take a decision. ഇത് കൊടുത്താൽ പ്രയോജനമുണ്ടോ? തീർച്ചയായും നിങ്ങൾ കൊടുക്കണം. എന്നാൽ ഇത് കൊടുത്താൽ പ്രയോജനമില്ലേ, നിങ്ങൾക്ക് ഇല്ല എന്ന് പറയുവാൻ പറ്റുമോ, ഇല്ലെങ്കിൽ നോ എന്ന ഡിസിഷൻ എടുക്കുവാൻ കഴിയുമോ? It depends on our capability, our willpower. പല മാതാപിതാക്കൾക്കും ആക്ച്വലി ഇപ്പൊ കുട്ടികളെ പേടിയാണ്. ഇപ്പൊ ഞാൻ കൊടുത്തില്ലെങ്കിൽ എന്തെങ്കിലും പോയി ചെയ്തു കളയുമോ, ഇല്ലെങ്കിൽ ഞാൻ അത് അനുവദിച്ചില്ലെങ്കിൽ എന്തെങ്കിലും പോയി ചെയ്തു കളയുമോ? ഇങ്ങനെയുള്ള ഭയപ്പാടിന്റെ ഒരു ആവശ്യവുമില്ല. കുഞ്ഞുങ്ങൾ ആക്ച്വലി ദേ ആർ കൺഫ്യൂസ്ഡ്. ആ കൺഫ്യൂഷൻ ആണെന്ന് അവർ ഒരിക്കലും നമ്മുടെ മുന്നിൽ പറയുകയില്ല. They are showing a bold face that they can do, they know everything, but they are really confused and they need guidance. But നമ്മളെ എതിർത്ത് പറയുമ്പോൾ മാതാപിതാക്കൾ വിചാരിക്കും, ഓ ഞാൻ പറയുന്നൊന്നും ഇവൻ കേൾക്കുന്നില്ല, ഇവൻ തല തെറിച്ചതാ, ഇങ്ങനെ പറഞ്ഞ് അവിടെ നമ്മൾ ഇട്ടേച്ച് പോകുന്നു. But that is a very big crime, I should say, from the parent side. മറ്റാർക്കെങ്കിലും ചോദ്യം ഉണ്ടോ? എനിക്ക് ഒരു ന്യായമായൊരു കാര്യം പറയാനുള്ളത്, ഇന്റർനെറ്റ് അഡിക്ഷനെ കുറിച്ചാണ് പറഞ്ഞത്. അത് ദോഷകരമായി അതൊരു ക്രൈമിലേക്ക് പോകുന്നതും അതുമൂലം ഉണ്ടാകുന്ന സാമൂഹ്യ പ്രശ്നങ്ങളും ഒക്കെയാണ് ചർച്ച ചെയ്ത്. അതുകൊണ്ട് നമുക്ക് ഇന്റർനെറ്റിനെ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാനായിട്ട് പറ്റത്തില്ല. അതിൻ്റെ ഒത്തിരി നന്മകളുണ്ട്. അപ്പോൾ ആ നന്മകൾക്ക് വേണ്ടി വിനിയോഗിക്കുമ്പോൾ കുഴപ്പമില്ല. ദോഷകരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത വിഷയം. അത് അഡിക്ഷനിലേക്ക് പോകുന്ന മാർഗങ്ങളാണെന്ന് പറയാനായിട്ട് ശ്രമിച്ചത്, അല്ലേ?
നമ്മൾ ആ രീതിയിൽ അതിനെ കാണേണ്ടത് ആവശ്യം. ഇപ്പൊ ഇന്നോട്ട് പിന്നെ ഇത് ക്ലാസ് അല്ല, എനിക്ക് തോന്നുന്നത് ഇതേ പലരും സംസാരിച്ചു വരുമ്പോ ഇന്ന് ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ഇന്ന് അമ്മച്ചിമാരും അച്ചായന്മാരും ആന്റിമാരും ഇന്ന് നാളെ തൊട്ട് പിള്ളേർക്ക് ഇന്റർനെറ്റ് കൊടുക്കാതിരിക്കരുത്. അവർക്ക് പഠിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകും. ഇന്റർനെറ്റ് മോശമാണെന്നല്ല പറഞ്ഞത്, ഇന്റർനെറ്റിന്റെ നല്ല സാധ്യതകൾ ഉപയോഗിക്കണമെന്നാ പറഞ്ഞത്. അത് നമ്മൾ സൂക്ഷ്മതയോടെ കേൾക്കേണ്ടത് ആവശ്യമാണ്. അത് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ വലിയ വലിയ ക്രൈമിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്, അപകടത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, ആളുകളുടെ ഒരു ബിഹേവിയറിനെ തന്നെ അത് ബാധിക്കുമെന്നാണ് ഇതിനോടകം പറഞ്ഞു കേട്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ അതിനെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എനിക്കൊരു ന്യായമായ ഒരു സംശയം ചോദിക്കാനുള്ളത്, ഈ നമ്മൾ പറയും ഈ പത്മവ്യൂഹം എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? പത്മവ്യൂഹം, അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഈ പത്മവ്യൂഹത്തെ കുറിച്ച് കേട്ട ഒരാളിനെ കുറിച്ച് ഒരു പുരാണ കഥാപാത്രം നമ്മൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് മുമ്പേ ബീന ടീച്ചർ ചോദിച്ചൊരു ചോദ്യവുമായി ബന്ധപ്പെടുത്തി എനിക്ക് തോന്നി, കൊച്ചു കുഞ്ഞുങ്ങള് ജനിച്ചു വീഴുമ്പോഴേ ടെക്നോക്രാറ്റ്സ് ആയിട്ട് അവര് ജനിച്ചു വീഴുന്നത്. നമുക്ക് തോന്നിപ്പോവും ഇവൻ ഇങ്ങനെ വളർന്നു, ഇവളിങ്ങനെ വളർന്നു കഴിഞ്ഞാൽ ഇത് വലിയ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിട്ടൊക്കെ പോകുന്ന രീതിയിലാണ് ഇത് പെരുമാറുന്നത്. അപ്പോൾ ഈ പേരൻസ് ഈ കുഞ്ഞ് ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ അവരുടെ ഈ ഇന്റർനെറ്റിനോടുള്ള വാസന ഈ കുഞ്ഞിനെ ബാധിക്കുമോ എന്നൊരു ന്യായമായ സംശയമുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ? തീർച്ചയായും മെയിൻലി പ്രധാനമായും ഇത്രയുമേ ഉള്ളൂ. ആവശ്യത്തിന് ഇത്ര മനോഹരമായ ഇത്ര പവർഫുൾ ആയ ഒരു ടൂൾ നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുവാനുള്ള ബുദ്ധി കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, അതിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുക. കുറച്ച് സമയം അതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതിനു ശേഷം ചെയ്യുന്നതിനേക്കാൾ ഇപ്പോ ഫാമിലി ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഒരു സെക്ഷൽ വീഡിയോ എടുത്ത് തന്നെ കാണിക്കാം, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഉള്ളത്, ഇത് നമുക്ക് ശരിയല്ല. അത് വളരെ നേരത്തെ തന്നെ അങ്ങനത്തെ രീതിയിലുള്ള ഒരു ബന്ധം കുഞ്ഞുങ്ങളുമായിട്ട് സ്ഥാപിച്ചെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ബട്ട് ഇന്റർനെറ്റ് ഈസ് എ ഫാന്റാസ്റ്റിക് ടൂൾ ആൻഡ് വി cannot deny that. അത് അനാവശ്യമായി ദുരുപയോഗം ചെയ്യുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണം എന്നുള്ളതേ ഉള്ളൂ. ആർക്കെങ്കിലും അത്യാവശ്യം ചോദ്യങ്ങളുണ്ടോ? ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് സെഷൻ കൺക്ലൂഡ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടോ, സംശയങ്ങൾ? നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് തുടർന്നും പഠിക്കണം, ഇതിന്റെ മറ്റു വശങ്ങൾ പഠിക്കണം. നമുക്ക് ഈ ഒരു ചെറിയ പരിമിതമായ സമയത്തിനുള്ളിൽ ഒരു വലിയ വിഷയം, വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു വിഷയം, അത് എടുത്ത ആളിനും അത് പറഞ്ഞു തീർക്കുന്നതിന്റെ പരിമിതി നമുക്കറിയാം. ഓടി ഓടി പോവുമായിരുന്നു. കേൾക്കുന്നത് നമുക്കും അറിയാം. ചില വാക്കുകളും ചില മനഃശാസ്ത്രപരമായ വാക്കുകളും ടെക്നോളജി സംബന്ധമായ വാക്കുകളും ഒക്കെ കേട്ടപ്പം നമുക്ക് കൂടെ ചെല്ലാൻ പറ്റിയില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു തുടർന്ന് ഈ നോമ്പ് കാലമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ആത്മീയ കാര്യങ്ങളോടൊപ്പം പഠിച്ചിരിക്കണം. നമ്മളിത് മനസ്സിലാക്കിയില്ലെങ്കിൽ, ഇതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെയും നമ്മുടെ സാമൂഹ്യ ജീവിതത്തെയും ഒക്കെ വളരെയധികം ബാധിക്കും, സ്വാധീനിക്കും. എന്നാൽ ഇതിന്റെ മുമ്പേ പറഞ്ഞതുപോലെ ഒരു ഫാന്റാസ്റ്റിക് ടൂൾ എന്നുള്ള നിലയിൽ നമുക്കിതിന്റെ നന്മ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിനും സാമൂഹിക ജീവിതത്തിനും മറ്റ് തലങ്ങളിലുമൊക്കെ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാ ഈ കോവിഡ് കാലത്ത് നമ്മൾ ഈ സൂമും അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന മറ്റ് ആപ്ലിക്കേഷനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത് ഫലപ്രദമായിട്ട് പഠിക്കുന്നതിനും നമ്മുടെ കൺവെൻഷൻ കേൾക്കുന്നതിനും നമ്മുടെ ലെൻ പ്രയറിൽ സംബന്ധിക്കുന്നതിനും എന്തെല്ലാം കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അത് പോസിറ്റീവായിട്ട് ഉപയോഗിക്കുക. അതുണ്ടാക്കുന്ന ദോഷവശങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ കുഞ്ഞുങ്ങൾ അഡിക്റ്റഡ് ആയിട്ട് ആരെങ്കിലും കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ അഡിക്ഷനിലേക്ക് നീങ്ങുന്നുണ്ടെങ്കിൽ ശരിക്കുമുള്ള കൗൺസിലിംഗ് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് പോലെ തന്നെ എന്ത് ചെയ്യുന്നു, അത് നിയന്ത്രിക്കേണ്ട സാധനം നിയന്ത്രിക്കണം, വേണ്ടാന്നൊക്കെ ഈ അവൈലബിലിറ്റി ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം കുഞ്ഞുങ്ങൾക്ക് നിയന്ത്രിതമായി അവരുടെ പഠനം അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കേണ്ട സ്ഥാനങ്ങളിൽ ഇത് അവൈലബിൾ ആക്കണം.
പേരൻസിന്റെ എപ്പോഴും ഒരു കൺട്രോൾ ഈ കാര്യത്തിൽ ഉണ്ടാകണം. മുമ്പേ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, പേരൻസും ഈ കാര്യങ്ങളിൽ വളരെയധികം മുതിർന്ന ആളുകളും ഒക്കെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇന്ന് കുഞ്ഞുങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട കുഞ്ഞുങ്ങളെ കുറിച്ചാണ് ഇത് പറഞ്ഞത്. ഇത് മുതിർന്ന ആളുകളെയും ഇതിന്റെ അഡിക്ഷൻ വിധേയമാക്കാവുന്ന കാര്യമാണ്. ഇത് വളരെ ശ്രദ്ധയോടുകൂടെ പഠിക്കാൻ നമുക്ക് വരും ദിനങ്ങളിൽ നമുക്ക് വളരെ ബോധപൂർവം ശ്രമിക്കാം. ഇതുണ്ടാക്കുന്ന അഡിക്ഷൻ, ഇതുണ്ടാക്കുന്ന പ്രതിസന്ധികളെയൊക്കെ അതിജീവിപ്പാൻ നമുക്ക് ഈ ക്ലാസ് ഒരു പരിധിവരെ സഹായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഔദ്യോഗികമായി നന്ദി പ്രകാശിപ്പിക്കുന്നത് ശ്രീമതി കുഞ്ഞമ്മ യോഹന്നാൻ, നമ്മുടെ സേവിയാ സംഘത്തിന്റെ വൈസ് പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി. അൺമ്യൂട്ട് ചെയ്യുക. കേൾക്കാമോ? കേൾക്കാം. ഇന്നത്തെ ഈ സെഷൻ എല്ലാവർക്കും പ്രയോജനപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. നന്ദി രേഖപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വമാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഇത്രയും സമയം ദൈവത്തിന്റെ കൃപ വ്യാപരിച്ചതിനായിട്ട് ദൈവത്തിന് നമുക്ക് നന്ദി കരയേറ്റാം. ഇന്റർനെറ്റ് ആസക്തിയുടെ ഗുണങ്ങളും ദോഷങ്ങളും എന്താണെന്ന് നന്നായി മനസ്സിലാക്കി തന്നു. ഇതിനുവേണ്ടി ഇത്രയും സമയം വേർതിരിച്ച് പ്രിപ്പയർ ഒക്കെയും ചെയ്ത് അതൊക്കെ മനസ്സിലാക്കി തരുവാൻ സഹായിച്ച മിസസ് എബി ജോർജിനോടുള്ള സ്നേഹവും നന്ദിയും ഇടവകയുടെ നാമത്തിലും സേവ്യാ സംഘത്തിന്റെ നാമത്തിലും അറിയിക്കുന്നു. അടുത്തതായി നന്ദി പറയാനുള്ളത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സുനിലച്ഛനാണ്. അച്ഛൻ ഇടവകയുടെയും പ്രത്യേകിച്ച് സേവ്യാ സംഘത്തിന്റെയും ബാക്ക് ബോൺ ആണ്. അച്ഛന്റെ മുൻകൈ ഇല്ല എങ്കിൽ ഇത്തരം പരിപാടികളൊന്നും സാധ്യമായി തീരുകയില്ല. അച്ഛന്റെ എല്ലാ അചഞ്ചലമായ ഇടപെടലിനും സാന്നിധ്യത്തിനും അച്ഛനോടും കൊച്ചമ്മയോടും കുഞ്ഞുങ്ങളോടുമുള്ള സ്നേഹവും നന്ദിയും ഇടവകയുടെയും സേവ്യാ സംഘത്തിന്റെയും നാമത്തിൽ അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ഷിനോയി അച്ഛനാണ്. എല്ലാ സമയത്തും സേവ്യാ സംഘത്തിന് നൽകിയ പങ്കാളിത്തത്തിനും പ്രോത്സാഹനത്തിനും സംഭാവനയ്ക്കും ആയി സേവ്യാ സംഘത്തിന്റെ നാമത്തിലും പ്രത്യേകിച്ച് സുനിലച്ഛന്റെ നാമത്തിലുമുള്ള സ്നേഹവും നന്ദിയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ടെക്നിക്കൽ സപ്പോർട്ട് തന്ന് സഹായിച്ച നമ്മുടെ ജോസാറിനോടും സാമിയോടുമുള്ള സ്നേഹവും നന്ദിയും സേവ്യാ സംഘത്തിന്റെ നാമത്തിൽ അറിയിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാ സേവികാ സംഘ അംഗങ്ങളോടും ഇടവക ജനങ്ങളോടും ദൂരത്തും ചാരത്തും ഒക്കെ ഉള്ളവർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അവരോടുമുള്ള സ്നേഹവും നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ കൃത്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് തുടർന്ന് സമാപന പ്രാർത്ഥനയ്ക്കായിട്ടൊരുങ്ങാം. ഇപ്പോൾ ഷിനോയ് അച്ഛൻ സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നതാണ്. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവെ, നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അല്പസമയം ഞങ്ങളുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് ആയിരിക്കും നൽകിയ കൃപയ്ക്കായ സ്തോത്രം. ഇന്റർനെറ്റിന്റെ കർത്താവെ, പ്രോസ് ആൻഡ് കോൺസ് ഞങ്ങൾക്ക് ഇന്ന് കേൾക്കുവാൻ സാധിച്ചതിനായി സ്തുതിക്കുന്നു. കർത്താവ്, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സെഷൻ ലീഡ് ചെയ്ത് പ്രിയ എവിമാമയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ മകളുടെ ശുശ്രൂഷകളൊക്കെ നീ മാനിക്കുന്നതായി സ്തോത്രം ചെയ്യുന്നു. കുടുംബത്തെ വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ സമൂഹം, ഇന്നത്തെ കാലഘട്ടത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ ചുറ്റും നടക്കുന്ന കർത്താവെ ടെക്നോളജിക്കൽ എറേഴ്സിനെയൊക്കെ കർത്താവെ കണ്ടെത്തുവാൻ, അതിൽ നിന്നൊക്കെ കർത്താവെ അഡിക്ഷൻസ് നിന്നൊക്കെ ഞങ്ങൾക്ക് മാറി നിൽക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കർത്താവെ, ഞങ്ങളെ തന്നെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുവാനും കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ പൂർണ്ണ നീതിയോടും പൂർണ്ണ നന്മയോടും കർത്താവെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തെറ്റുകളിൽ നിന്നും കർത്താവെ മിസ്റ്റേക്സിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് മാറി നിൽക്കുവാൻ, മാറി ജീവിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ കുടുംബത്തെ നീ വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. ഇന്നത്തെ കാലഘട്ടത്തിൽ കർത്താവെ, ഈ ഡിജിറ്റൽ വേൾഡിന്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങൾ കർത്താവെ വഴിതെറ്റി ജീവിച്ചു പോകാതെ നീതിയോടെ ഞങ്ങൾ തിരുസന്നിധിയിലായിരിക്കാൻ നീ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി കർത്താവെ, നീ ഞങ്ങൾക്ക് കൂടുതൽ ബലവും ആരോഗ്യവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി മുറ്റുമായി ഞങ്ങളുടെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓർത്ത് നോക്കുന്ന അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് കൂടുതൽ കർത്താവെ പ്രബോധത്തോടെ ജീവിക്കുവാൻ, കൂടുതൽ കർത്താവെ റെസ്പോൺസിബിൾ ആയിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിനെ